ഏവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പറയാൻ പോണത് മരണത്തിന് തൊട്ട് മുമ്പും മരിച്ചതിന് ശേഷവും എന്തായിരിക്കും സംഭവിക്കുന്നത്, ഒരു മനുഷ്യനിൽ എന്തൊക്കെയാണ് നടക്കുന്നത്. നമുക്കതെന്താണെന്ന് നമുക്ക് നോക്കാം. ശ്വാസമാണല്ലോ പ്രധാനം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ജീവൽ പ്രധാനമായിട്ടുള്ള ചലനമാണ് ശ്വാസം. ഈ ശ്വാസം നമ്മുടെ നിയന്ത്രണത്തിലല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് അജ്ഞാതമായിട്ടുള്ള ഏതോ ഒരു ചൈതന്യത്തിന്റെ നിയന്ത്രണത്തിൽ നടക്കുന്നതാണ് ഈ ശ്വാസോച്ഛ്വാസം. ആ ചൈതന്യം നമുക്ക് പരിശുദ്ധാത്മാവെന്ന, അള്ളാഹു എന്ന, പരമാത്മാവെന്ന എന്ത് പേരിട്ടുവേണേലും വിളിക്കാം. എന്തായാലും ശ്വാസം നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ശ്വാസം എന്നാൽ വായുവാണ്. വായു എന്നാൽ പ്രാണൻ. അപ്പൊ നമ്മുടെ ശരീരത്തിലെ ജൈവജലങ്ങളെ സഹായിച്ചുകൊണ്ട് പല രീതിയിൽ പ്രവർത്തിക്കുന്ന 5 പ്രധാന പ്രാണന്മാരും 5 ഉപപ്രധാന പ്രാണന്മാരും ഉണ്ട്. 10 പ്രാണന്മാരുണ്ട്. ഇതിനെക്കുറിച്ചൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. യോഗയിലൊക്കെ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. യോഗാചാര്യന്മാരൊക്കെ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവുള്ളവരാണ്. ഈ 5 പ്രാണന്മാരെന്ന് പറയുന്നത് പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാനൻ. ഇതാണ് പഞ്ചപ്രാണന്മാർ. അതിൻ്റെ ഒരു കൃത്യമായിട്ട് 1, 2 എന്നിട്ട് പറയുകയാണെങ്കിൽ ആദ്യത്തേത് പ്രാണൻ, രണ്ടാമത്തേത് അപാനൻ, മൂന്നാമത്തേത് വ്യാനൻ, നാലാമത്തേത് ഉദാനൻ, അഞ്ചാമൻ സമാനൻ. ഇതാണ് പഞ്ചപ്രാണന്മാർ. ഉപപ്രാണന്മാർ നാഗൻ, കൂർമൻ, കൃഗലൻ, ദേവദത്തൻ, ധനഞ്ജയൻ. നമ്മുടെ മൂക്കിലൂടെ ശ്വാസകോശത്തിലും രക്തബിന്ദുക്കളിലൂടെ ഹൃദയത്തിലും എത്തുന്നതാണ് ഈ പ്രാണൻ, പ്രധാന പ്രാണൻ. ഈ മലമൂത്രാദി വിസർജനങ്ങളുണ്ടല്ലോ, അതിനെ സഹായിക്കുന്ന അധോഗതിയാർന്ന വായുവാണ് അപാനൻ. അപാനന്റെ ഗതി താഴോട്ടാണ്. ഈ കുടലുകളിൽ ദഹന പ്രക്രിയയെ സഹായിക്കുന്ന പ്രാണനാണ് സമാനൻ. കണ്ഠസ്ഥ വായുവാണ് ഉദാനൻ. ഉദാനന്റെ ഗതി മുകളിലേക്കാണ്. രക്തത്തിലും മറ്റും എല്ലായിടത്തും, ശരീരത്തിൽ എല്ലായിടത്തും എത്തുന്നതാണ് വ്യാനൻ. ഈ എക്കിട്ടം തീട്ടലൊക്കെ നമുക്കുള്ളതാണല്ലോ, അതിന് സഹായിക്കുന്നതാണ് നാഗൻ. കണ്ണിന്റെ പോളകൾ തുറക്കാനോ അടക്കാനോ കൂർമൻ സഹായിക്കുന്നത്. വിശപ്പുണ്ടാക്കുന്നതാണ് കൃഗലൻ. ദേവദത്തന് കോട്ടുവായിടുന്നതിൽ പ്രവർത്തിക്കുന്നതാണ്. പിന്നെ ഒന്നുള്ളത് ദേഹം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന വായു ധനഞ്ജയൻ. ഇതിൽ ഈ ധനഞ്ജയ വായു മാത്രം ഒരാൾ മരിച്ചതിന് ശേഷവും അല്പസമയം ശരീരത്തിൽ തങ്ങി നിൽക്കും. ചൂട് നമുക്കറിയാലോ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചു നേരം കൂടി ആ ചൂട് നിൽക്കും. അത് ഈ ധനഞ്ജയ വായു ശരീരത്തിലുള്ളതുകൊണ്ടിട്ടാണ്. അപ്പൊ ഈ ജീവാത്മാവ് ശരീരം വെടിയുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ മരിക്കുമ്പോൾ അതിനൊപ്പം ഈ പ്രാണനും പുറത്തേക്ക് പോകും. ഈ പ്രാണന്റെ പുറകെ ധനഞ്ജയൻ ഒഴിച്ചുള്ള ബാക്കിയുള്ള എല്ലാ പ്രാണന്മാരും, അതായത് 9 പ്രാണന്മാർ പുറത്തേക്ക് പോകും. ധനഞ്ജയൻ മാത്രം അല്പനേരം ശരീരത്തിൽ തങ്ങിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് കുറച്ച് നേരത്തെ കൂടി ആ ചൂട് ശരീരത്തിൽ, മരിച്ച ആളുടെ ശരീരത്തിൽ ചൂടുണ്ടാകുന്നത്. ഈ ധനഞ്ജയം പുറത്തേക്ക് പോകുമ്പോൾ അതോടെ ശരീരം തണുത്തു തുടങ്ങും. ഒരാള് മരിക്കാൻ തുടങ്ങുമ്പോൾ, മരണാസന്നനാകുമ്പോഴേ വാക്ക് മനസ്സിൽ ലയിച്ചു ചേരുമെന്ന് പറയുന്നത്. ആ വാക്ക് മനസ്സിൽ ലയിച്ചു ചേർന്നാൽ, അല്ലെങ്കിൽ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ എല്ലാ ഇന്ദ്രിയങ്ങളുടെ എല്ലാ പ്രവർത്തനവും നിൽക്കും, അത് നിലച്ചു തുടങ്ങും. പിന്നെ ഒന്നും സംസാരിക്കാനാവില്ല. അപ്പൊ സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും ഇയാൾക്ക് വ്യക്തമായിട്ട് അല്ലെങ്കിൽ കാണാനും കേൾക്കാനും സാധിക്കും. ഇപ്പൊ പ്രാണനുണ്ട്, പ്രാണൻ പോയിട്ടില്ല, മരണാസന്നനായി, ശ്വാസം മാത്രം ഉണ്ടാവും. പതുക്കെ പതുക്കെ കണ്ണിന്റെ കണ്ണ്, മൂക്കിന്റെ മൂക്ക്, ചെവിയുടെ ചെവി എന്നൊക്കെ പറയുന്ന പോലെ അത് ഓരോ ഇന്ദ്രിയങ്ങളുടെയും പ്രവർത്തനം നിലച്ചു വരും. ഈ കണ്ണിന്റെ കണ്ണെന്ന് പറയുന്നത് ഈ കണ്ണിന് കാഴ്ചശക്തി നൽകുന്ന ആ ഇന്ദ്രിയത്തിന്റെ ചൈതന്യത്തിനാണ് കണ്ണിന്റെ കണ്ണെന്ന് പറയുന്നത്. അങ്ങനെ തന്നെ മൂക്കിന്റെ മൂക്ക്, നാക്കിന്റെ നാക്ക്, ത്വക്കിന്റെ ത്വക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആദ്യമേ ഈ കണ്ണ് കാണാതെയാവും, പിന്നെ ചെവി കേൾക്കാതെയാകും. പതുക്കെ പതുക്കെ ഈ അവസാനം എല്ലാ ഈ ഇന്ദ്രിയ പ്രകാശങ്ങളെല്ലാം ഇല്ലാതാകും. ഇതെല്ലാം കൂടി ഒന്നിച്ചു ചേർന്നിട്ട് ഹൃദയത്തിന്റെ അഗ്രഭാഗത്ത് ജ്വലിക്കും.
ജീവാത്മാവ് ഒരു പ്രകാശമായിട്ട് മാറും, ഒരു മഞ്ഞ് പോലെ. ജീവാത്മാവ് ഈ പ്രകാശത്തിൽ അന്തർഭൂതമായിട്ട് ശരീരത്തിലെ നവദ്വാരങ്ങളിലൂടെ അല്ലെങ്കിൽ മൂർധാവിലൂടെ ആകാം എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോകും. ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോഴേ ഈ കുറച്ചു നേരം ശവം കിടക്കുന്ന മുറിയുടെ മേൽഭാഗത്തുണ്ടാവും. ഈ ജീവാത്മാവ് പുറത്തു പോയി കഴിഞ്ഞാൽ ശരീരത്തിലെ കോശങ്ങൾ പൂർണ്ണമായിട്ടും പ്രവർത്തനരഹിതമായിട്ട് കുറച്ച് സമയം വേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ ദഹന ദേഹ സംസ്കാര ക്രിയകളുണ്ടല്ലോ, ദഹിപ്പിക്കുന്ന ക്രിയകൾ അല്ലെങ്കിൽ സംസ്കരിക്കുന്ന സെമിത്തേരിയിലടക്കം ചെയ്യുന്ന ക്രിയകളൊക്കെ ഒരു 12 മണിക്കൂർ കഴിഞ്ഞ് ചെയ്യാവൂ എന്നുള്ളതാണ് വിദഗ്ധർ പറയുന്നത്. അങ്ങനെ മരിച്ചു കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും ഈ പ്രാണൻ പുറത്തേക്ക് പോകുന്നത്? നമ്മൾ പറഞ്ഞു നവദ്വാരങ്ങളിലൂടെയാണെന്ന്. ഈ നല്ല കർമ്മങ്ങൾ, ഇവിടെയാണ് നമ്മൾ ചെയ്ത കർമ്മങ്ങൾ, നമ്മൾ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന കർമ്മങ്ങൾ നല്ലതാണെങ്കിൽ അല്ലെങ്കിൽ മോശമാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൂടെ ആയിരിക്കും ഈ പ്രാണം പുറത്തേക്ക് പോകുന്നത്. സുഹൃതം ചെയ്തിരിക്കും. സുഹൃതികളുടെ പ്രാണനിർഗമം എന്ന് പറയുന്നത് വായിലൂടെയോ അല്ലെങ്കിൽ കണ്ണുകൾ, ചെവികൾ, മൂക്കുകൾ. അപ്പം വായ, ഈ 2 കണ്ണുകൾ, 2 ചെവികൾ, മൂക്ക് 2 ദ്വാരങ്ങൾ, അങ്ങനെ 7 എണ്ണം. ഈ ദ്വാരങ്ങളിൽ ഏതിലൂടെയെങ്കിലും ആയിരിക്കും പുറത്തേക്ക് വരുന്നത്. വേറൊരു കാര്യം കൂടി, യോഗികളൊക്കെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ പ്രാണനിർഗമനം പറയുന്നത് ഈ അണ്ണാക്കിൽ രൂപം കൊള്ളുന്ന ദ്വാരം വഴിയാണെന്ന് പറയാറുണ്ട്. അതേസമയം ജീവിതത്തിൽ പാപം ചെയ്തിരിക്കുന്നവര്, ക്രൂരത ചെയ്തിരിക്കുന്നവര്, അവരുടെയൊക്കെ പ്രാണനിർഗമനം എന്ന് പറയുന്നത് ഈ അധ്വാദ്വാരങ്ങളുണ്ടല്ലോ, അധ്വാദ്വാരങ്ങൾ, നമ്മുടെ മലമൂത്ര വിസർജനങ്ങൾ ചെയ്യുന്ന ആ ദ്വാരങ്ങളിലൂടെ ആയിരിക്കും. ഈ അതുകൊണ്ട് ഒരല്പം ഒരു മനസ്സുണ്ടല്ലോ, ഇയാളുടെ മനസ്സ്, മരിക്കുന്ന ആളുടെ മനസ്സ് അയാളുടെ ഒപ്പം അങ്ങോട്ട് നീങ്ങും. കുറച്ചു നേരത്തേക്ക് ഇയാളുടെ പൂർവ്വജന്മസ്മരണകളെല്ലാം ഉണ്ടാവും. ശരീരം വിട്ടുവരുന്ന ജീവനെ കാണുമ്പോൾ തൻ്റെ ശരീരം താഴെ കിടക്കുന്നുണ്ട്. അപ്പം ഇത് കണ്ട് തൻ്റെ ശരീരമാണല്ലോ എന്ന ധാരണയിൽ ശരീരത്തെ സമീപിച്ച് തിരിച്ചു കയറാനായിട്ട് ശ്രമിക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ സാധിക്കൂല. അപ്പം എന്തോ പന്തികേട് തോന്നിയിട്ട് ശരീരം വിട്ടകലും. ഇതൊക്കെ ഒരു കുറച്ചു നേരത്തേക്ക് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ, താൽക്കാലികമാണ്. നമ്മൾ സ്വപ്നം കാണുന്നത് പോലെയാണ്. നമ്മൾ ഈ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നമ്മൾ കുറച്ചു നേരത്തേക്ക് നമുക്ക് ആ സ്വപ്നങ്ങൾ ഓർക്കും. പതുക്കെ നമ്മുടെ സ്വപ്നങ്ങളുടെ സ്മരണകൾ മങ്ങും. ഏതാണ്ട് വൈകുന്നേരം ആകുമ്പോൾ പിന്നെ നമുക്ക് അതിനെക്കുറിച്ചൊരു ഓർമ്മ ഉണ്ടാവില്ല എന്ന് പറയുന്ന പോലെ. ചില സ്വപ്നങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഉണരുന്ന സമയത്ത് അർദ്ധനിദ്രയിൽ ആയിരിക്കും. അതുകൊണ്ടാണ് പറയാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അതുപോലും മണിക്കൂർ കഴിയുമ്പോൾ അപ്രത്യക്ഷമാകും. ഇതേപോലെ തന്നെ ഒരു മനുഷ്യന്റെ മരണം നടക്കുമ്പോൾ ആ പൂർവ്വജന്മം, അതിലെ ബന്ധുക്കളെയൊക്കെ കുറച്ച് സുഹൃത്തും എല്ലാവരെയും കുറച്ച് നേരത്തേക്ക് ഓർമ്മിപ്പിക്കും. സത്യത്തിൽ ഈ സ്മരണ എന്ന് പറയുന്നത് വേദനാജനകമാണെന്നാണ് പറയുന്നത്. കാരണം ഒരിക്കലും പിന്നീട് അവരുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കില്ലല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ മൃതശരീരം എന്നത് ശരീരവിമുക്തമായിട്ടുള്ള ആത്മാവും അയാളുടെ ഭൂതകാല ജീവിതം തമ്മിലുള്ള ഒരു പാലമായിട്ടാണ് വർത്തിക്കുന്നത്. ഇത് കൊണ്ട് മരിച്ചയാളുടെ ദഹനം അല്ലെങ്കിൽ സംസ്കാരം, അടക്കം ചെയ്യൽ, മണ്ണിനടിയിൽ യഥാവിധിക്ക് ശേഷം വേഗം നടത്തുന്നത്. ഒരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടാ, എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട്, മരിക്കാൻ കിടക്കുന്ന വീട്ടുകളിൽ ബൈബിൾ വായിക്കുകയോ രാമായണം വായിക്കുകയോ ഖുർആൻ ആയത്തുകൾ ചൊല്ലുകയൊക്കെ ചെയ്യുന്നത്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവസാനം മരിക്കാൻ പോണ സമയം, അവസാന നിമിഷങ്ങളിൽ മനസ്സിൽ ശക്തമായിട്ട് നിൽക്കുന്ന വിചാരം എന്താണോ ആ വിചാരം ഉണർത്തി നിൽക്കുന്ന മനസ്സുമായാണ് ജീവൻ ദേഹം വെടിയുന്നത്. അങ്ങനെ വരുമ്പോൾ ആ വിചാരം അയാളുടെ അടുത്ത ജന്മത്തെ തീർച്ചയായും സ്വാധീനിക്കും. അതുകൊണ്ടാണ് ഈ മരിക്കണ സമയത്ത് ആത്മീയമായ കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നതും ബന്ധുക്കളോടും മിത്രങ്ങളോടും കരയരുതെന്ന് പറയുന്നതും അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഒരു കാര്യം കൂടി നോക്കാം. ഇത് നല്ല മരണമാണെങ്കിൽ പറഞ്ഞു
നല്ല യോഗികളുടെ മരണം സുഹൃതം പുണ്യം ചെയ്തവരൊക്കെ ആണെങ്കിൽ അത് ഈ പ്രപഞ്ചത്തിലേക്ക് ലയിക്കും. പരമാത്മാവെന്ന പരിശുദ്ധാത്മാവെന്ന ഞാൻ നേരത്തെ പറഞ്ഞ അള്ളാഹു എന്നൊക്കെ നമ്മൾ പറയുന്ന സങ്കല്പങ്ങളിലേക്ക് ലയിക്കും. അതിന് തിരിച്ചു വരവില്ല. അത്രയും ഉദാത്തമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തവരാണ്. നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ ആൾക്കാർ അവർ തീർച്ചയായിട്ടും പുനർജന്മം ഉണ്ടെന്നുള്ളതാണ്. അങ്ങനെ ഈ മരിക്കുന്ന ആത്മാവ് എങ്ങോട്ടാണ് പോകുന്നത്? ജീവാത്മാവ് മരുന്ന ശേഷം അങ്ങോട്ട് പോകുന്നു. അത് അന്തരീക്ഷത്തിലേക്ക് പോകുമ്പോൾ ചന്ദ്രലോകത്തിലേക്ക് ചെല്ലുമെന്നൊക്കെയാണ് സനാതനധർമ്മം പറയുന്നത്. ഞാൻ അതിൻ്റെ മതപരമായിട്ടുള്ള വ്യാഖ്യാനങ്ങളിലേക്കല്ല കിടക്കുന്നത്. വ്യക്തിപരമായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. കണ്ടിരിക്കുന്ന എൻ്റെ മുമ്പിൽ വന്നിരുന്ന് സംസാരിക്കുന്ന ആൾക്കാരെ കൂടിയുള്ള അനുഭവം, ഗുരുക്കന്മാരുടെ അടുത്തുനിന്ന് കിട്ടിയ അറിവുകൾ, ഇതൊക്കെ വെച്ചിട്ട് പറയുമ്പോൾ ഇങ്ങനെ പോകുന്ന ആത്മാവ് നല്ല സുഹൃതം ചെയ്തിരിക്കണം, അതായത് നല്ല കാര്യങ്ങൾ പുണ്യപ്രവർത്തി ചെയ്തിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഗുരുത്വാകർഷണ ബലം കുറവായിരിക്കും. ഭൂമിയായിട്ടുള്ള ബന്ധം വിട്ടുപോയി നേരെ പ്രപഞ്ചത്തിലേക്ക് പോവുകയും ചെയ്യും. അന്തരീക്ഷത്തിലേക്ക് ഉയരും. അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന് നേരത്തെ പറഞ്ഞു ആ പ്രപഞ്ചത്തിലേക്ക് പരമാത്മാവിലേക്ക് ലയിക്കണമെങ്കിൽ അതേപോലെ പുണ്യം ചെയ്തവരായിരിക്കണം. അല്ലാത്തവർ സ്വാഭാവികമായിട്ടും കുറെ അവർ സഞ്ചരിച്ചതിന് ശേഷം അവർ തിരിച്ചു ഭൂമിയിലേക്ക് വരും. അടുത്ത ജന്മം സ്വീകരിക്കണം. അവർ ചെയ്ത പുണ്യങ്ങളുടെയും പാപങ്ങളുടെയും ഫലം അനുഭവിക്കുന്നതിന് വേണ്ടി വീണ്ടും ഒരു ജന്മം എടുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പൊ അങ്ങനെ മുകളിലേക്ക് പോയി തിരിച്ചുള്ള വരവ്, അടുത്ത ജന്മം തേടിയുള്ള ആ ഒരു യാത്രയുണ്ട്, ഭൂമണ്ഡലത്തിലേക്കുള്ള യാത്ര. ആ യാത്ര സുദീർഘവും വിസ്മയകരമാണ്. അപ്പൊ യാത്രക്കിടയിൽ അതുവരെ നേടിയ പുണ്യം ഒടുങ്ങുമ്പോൾ അവര് മുകളിൽ അന്തരീക്ഷത്തിൽ വിശ്രമിക്കാറുണ്ട്. കൂടുതൽ പുണ്യം ചെയ്ത ആത്മാക്കൾ കൂടുതൽ കാലം അവിടെ കഴിയും. അവിടുത്തെ കർമ്മം ഒടുങ്ങുമ്പോൾ ഇത് സൂര്യന്റെ രശ്മികൾ, ഉഷ്ണരശ്മികൾ തട്ടി ഉരുകി തുടങ്ങും. ഇത് ജലനിർമ്മിതമായ സൂക്ഷ്മ ശരീരങ്ങളും വഹിച്ച ആത്മാക്കൾ താഴത്തേക്കുള്ള യാത്ര തുടരും. അത് ആകാശത്ത് വരികയും ആകാശത്ത് പുകയായി പിന്നീട് വായുവിൽ എത്തിച്ചേരും. ഈ പുക മഞ്ഞായും മഞ്ഞ് മേഘമായും രൂപം മാറും. ഈ മേഘം പിന്നീട് മഴയായിട്ട് ഭൂമിയിൽ പതിക്കും. അങ്ങനെ പതിക്കുന്ന ആത്മാക്കൾ ഈ നെല്ലി, പയറ്, എള്ള് തുടങ്ങിയ സസ്യവർഗങ്ങളിലാണ് പുനർജനിക്കുന്നത്. ഭൂമിയിൽ വെച്ച് ആരെങ്കിലും അതിനെ ആഹാര വസ്തുവാക്കുമ്പോൾ അത് ആ വസ്തുവായിട്ട് മാറും. കഴിക്കുന്നത് മനുഷ്യനോ മൃഗങ്ങളോ പക്ഷികളോ എന്തുമാവാം. മനുഷ്യൻ കഴിക്കുമ്പോൾ മനുഷ്യ ശരീരത്തിലെത്തുന്ന ആത്മാക്കള് സ്ത്രീപുരുഷ സംയോഗത്തോടെ ശുക്ലാണുക്കൾ വഴിയായിട്ട് മാതൃഗർഭത്തിൽ പ്രവേശിക്കും. ആ ഗർഭത്തിന്റെ ഇരുട്ടറയിൽ വെച്ച് പുതിയ ജീവശരീരം മെനഞ്ഞെടുത്ത് പ്രസവത്തോടെ പൊതുദേഹത്തിൽ പുനർജനിക്കും. ഇതാണ് ആ ഒരു യാത്രയുടെ ഇത്. ഇനി നല്ല മനുഷ്യജന്മം അപൂർവമാണ്, ദുർലഭമാണ്. നമുക്കിഷ്ടപ്പെട്ട ഒരു പാട്ട്, ഈ മനോഹര തീരത്ത് തുടങ്ങുന്ന ആ പാട്ട്, ഇനിയൊരു ജന്മം കൂടി ഈ ഭൂമിയിൽ ജനിക്കാൻ ആഗ്രഹിക്കാത്തവരാരുമില്ല എന്നുള്ളതാണ്. അങ്ങനെ ജനിക്കണമെന്നുണ്ടെങ്കിൽ പുണ്യം ചെയ്യണം. ഈ പുണ്യം ചെയ്യാത്തവരാണെങ്കിൽ മൃഗങ്ങളായിട്ടോ മറ്റെന്തെങ്കിലുമൊക്കെ ജനിക്കാം. പാപം ചെയ്യുന്നവർ, കൂടുതൽ പാപം ചെയ്യുന്നവർ, നിങ്ങൾ ഈ മരങ്ങളെ കണ്ടിട്ടുണ്ടാ? നമ്മൾ ഒരു മരത്തിന്റെ ചോട്ടിൽ പോയി നിൽക്കും. മരങ്ങൾ ചിലപ്പോൾ അതിൻ്റെ ഇലയൊക്കെ എടുത്തുമ്പോൾ നുള്ളും. സത്യത്തിൽ അതിന് വേദനിക്കുന്നുണ്ടല്ല. അപ്പൊ ഈ കൂടുതൽ പാപം ചെയ്തേക്കണവരാണ് വൃക്ഷങ്ങളായിട്ട് ജനിക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് മനുഷ്യന് പുണ്യം ചെയ്യാനായിട്ടാണ് അവരുടെ ജനനം. അത്രയും ക്രൂരത ചെയ്തേക്കുന്നവർ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചോട്ടിലിരിക്കും, അതിൻ്റെ ഇല നുള്ളും. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്? അതെല്ലാം സഹിക്കുക. മഴ വന്നാലും വെയിൽ വന്നാലും ഒക്കെ സഹിക്കാതെ വേറെ നിവൃത്തിയില്ല. മറ്റ് പാറ്റയായും പുഴുവായും പാമ്പായും ഒക്കെ എങ്ങനെയൊക്കെയാണോ ഈ താഴത്തേക്ക് വരുന്ന അത്, എന്തൊക്കെ നെല്ല്, പയറെള്ളി തുടങ്ങിയ സസ്യവർഗങ്ങളിൽ ഒക്കെ പെടും വരുന്നത്. ആരൊക്കെ ഭക്ഷിക്കുന്നുവോ അതായിട്ട് മാറും. അത് ഓരോരുത്തരുടെ കർമ്മം പോലെ ഇരിക്കും. ഇതാണ്
രണ്ടാമത്തെ കാര്യമായിട്ട് മൃത്യുവിന് തൊട്ട് മുമ്പും മൃത്യുവിന് ശേഷവും നടക്കുന്ന കാര്യങ്ങൾ. അടുത്തതിൽ എനിക്ക് വ്യക്തിപരമായിട്ട് കുറേ അനുഭവങ്ങളുണ്ട്. അനുഭവങ്ങൾ ഞാൻ അടുത്തതിൽ പറഞ്ഞു തുടങ്ങാം. കുറച്ചുകൂടി കാര്യങ്ങൾ അല്ലാതെയും ബാഹ്യമായിട്ടുള്ളതും സ്വന്തം അനുഭവങ്ങളും ചേർത്ത് പറയാനുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.